അപ്പോൾ കഴിഞ്ഞ മെഷീനിൽ നമ്മൾ നമ്മുടെ സീസറിനെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പുതിയ മെഷീനിലേക്ക് വന്നിരിക്കുകയാണ്. ബിഗ് സ്മോക്കിൻ്റെ അവിടെയാണ്. അപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ 10 പെന്നിനാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ 10 പെന്നി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് പോയതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്നെ അറിയാമെന്നൊക്കെ ചോദിക്കേണ്ട CJ. നിന്നെ അറിയാതെ പിന്നെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ 2 കണ്ണും നിൻ്റെ പുറത്ത് തന്നെ എപ്പോഴും ഉണ്ടാകുന്ന 10 പെന്നി CJനോട് പറയുന്നുണ്ട്. CJ അത് ഇഗ്നോർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ആനേനെ പേടിക്കുക, ആനപ്പിണ്ടത്തെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അവൻ്റെ അസിസ്റ്റൻറ്റ് വെറുതെ ചൊറിയാൻ നോക്കുന്നുണ്ട്. CJയുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഭാഗ്യം. അപ്പോൾ നമ്മുടെ ബിഗ് സ്മോക്കിനോട് ചോദിക്കുന്നുണ്ട് CJ എന്താണ് അവർ വിടുന്നത്. ബിഗ് സ്മോക്ക് എന്തോ എനിക്കറിയത്തില്ല, അവരെപ്പോഴും നമ്മുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് തള്ളി മറിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് നമുക്കൊരു മെഷീൻ അല്ലെങ്കിൽ നമുക്കൊരു ടാസ്ക് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് CJനെ വിളിക്കണം. ഈ ടാസ്ക് എന്ന് പറയുമ്പോൾ ഇവരുടെ ബെല്ലാസ് ഗ്യാങ് പോലെ തന്നെ വേറെ ഗ്യാങ്ങും ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു 3 ആൾക്കാർ ഇവരായിട്ട് തോട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണ് ഭാഗത്തുള്ള ടീമാണ്. അവരുടെ അടുത്ത് പോയി അവരലക്കാനുള്ളൊരു പരിപാടിയാണ്. നേരെ നമ്മൾ റെയിൽവേയുടെ അവിടേക്കാണ് പോകുന്നത്. അതിപ്പോൾ നമ്മൾ കളിച്ച് എനിക്ക് ഏകദേശം ആ ഒരു പഴയ കംഫർട്ടും കാര്യങ്ങളും ഡ്രൈവിങ്ങിൽ കിട്ടി തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് വാഗോസ് എന്ന് പറഞ്ഞുള്ള ഗ്യാങ്ങാണ് ഇവരുടെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ അവർ ഇവിടെ മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ തീർക്കാനുള്ള പരിപാടിയാണ് സ്മോക്കിന്. അപ്പോൾ എന്തായാലും അവർ ആ 4 ആൾക്കാരാണ് ഇപ്പോൾ ഇവരായിട്ട് മെസ്സ് ചെയ്ത് നിന്നേരുന്നത്. അപ്പം ഇനി നമ്മുടെ കയ്യിലൊരു മോട്ടോർ സൈക്കിളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അവരെ ഫോളോ ചെയ്ത് അലക്കണം. പക്ഷേ ഈ ഗെയിം അല്ലെങ്കിൽ ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വട്ടം മുന്നേ ഫെയിലായ ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ഈ ടാസ്ക് നമുക്ക് സിമ്പിളായിട്ട് വിൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും അതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്ന ടൈം, നമ്മൾ ഷൂട്ട് ചെയ്യണ്ട, സ്മോക്ക് ഷൂട്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഈ ട്രെയിനിൻ്റെ അടുത്തല്ലാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്മോക്കിനെ കൊണ്ട് വെടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാരെ കൊല്ലാൻ പറ്റും. ഞാൻ മുന്നേ ചെയ്തിരുന്ന അതിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ വിചാരം അങ്ങനെ അടുത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ എയിമിൽ വീഡിയോ വെക്കാൻ പറ്റില്ല എന്ന് വിചാരം. പക്ഷെ അങ്ങനെ അല്ല ഇതിൻ്റെ. നല്ലൊരു ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് വീഡിയോ ഉള്ളൂ. ഇപ്പം തന്നെ 2 ആൾക്കാർ പോയി. നമുക്ക് ആ ഗുഹത്തിനേക്കാളും മുന്നേ തന്നെ അവർ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു. ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നുണ്ട്, ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പേരെ ഫിനിഷ് ചെയ്യാൻ പറ്റി വെറും ചെറിയ ടൈം കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ടാസ്ക്. ഞാൻ മുന്നേ ഈ പറഞ്ഞ പോലെ PC-യിലൊക്കെ കളിക്കുമ്പോൾ നല്ല ടാസ്ക്കുള്ളൊരു മെഷീനായിരുന്നു. കാരണം ഇവർ ഒരു ലോങ്ങിക്ക് എത്തും, മൗണ്ടെയിനൊക്കെ കഴിഞ്ഞ് ലോങ്ങിക്ക് എത്തിയിട്ട് അവരെ പാസ് ചെയ്ത് പോകും. നമ്മൾ മെഷീൻ ഫെയിൽഡ് വേറെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കളിച്ച ആ ഒരു ട്രിക്ക് മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും ഒരു ഗ്യാപ്പ് ഇട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ നൈസായിട്ട് പിടിക്കാൻ പറ്റും, അപ്പോൾ തന്നെ അലക്കാൻ പറ്റും എന്നുള്ളൊരു ടിപ്പ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കി ഈ മെഷീനിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മളെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് സ്മോക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.